ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലേ? അതിലൊന്ന് ഒരുപക്ഷെ ഏറ്റവും വലുത് ഭാഷയുടെ പ്രശ്നമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നൂറുകണക്കിന് ഭാഷകൾ, പലതരം സംസ്കാരങ്ങൾ, ഇവയൊക്കെ ഒന്നിച്ചൊരു രാജ്യമായി എങ്ങനെ കൊണ്ടുപോകും? ആരുടെയും ഭാഷയെയോ സ്വത്വത്തെയോ തള്ളിക്കളയാനും പാടില്ല. അപ്പോ ഈ ഒരു വലിയ പ്രതിസന്ധിയെ ഇന്ത്യ എങ്ങനെയാണ് മറികടന്നത്? നിങ്ങളുടെ പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെ, ഈ ഒരു ചോദ്യമാണ് നമ്മുടെ രാഷ്ട്രശില്പികൾക്ക് മുന്നിലുണ്ടായിരുന്നത്. ഒരേ സമയം ഇത്രയധികം ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെ ഒന്നിപ്പിക്കും? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള യാത്രയിൽ നിന്നാണ് നമ്മൾ ഈ വിഷയം പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആ ഇരട്ട പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയുണ്ടായിന്ന് നോക്കും. അത് കഴിഞ്ഞ് ഔദ്യോഗിക ഭാഷയെ ചൊല്ലിയുള്ള വലിയ വിവാദങ്ങൾ, പ്രത്യേകിച്ച് 1965-ലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം. അവസാനം ഇതിനെല്ലാം ഒരു പരിഹാരമായി വന്ന ത്രിഭാഷാ പദ്ധതിയെക്കുറിച്ചും സംസാരിക്കും. ഈ ഒരു ഓർഡറിൽ പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ഇരട്ട പ്രതിസന്ധി, അതായത് ഭാഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരൊറ്റ പ്രശ്നമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രണ്ടിനും വേറെ വേറെ പരിഹാരങ്ങളും കണ്ടെത്തേണ്ടിയിരുന്നു. ഏതൊക്കെയായിരുന്നു ആ രണ്ട് പ്രശ്നങ്ങൾ? ഒന്ന്, സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം? ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ ഓരോ ഭാഷ സംസാരിക്കുന്നവർക്കും ഓരോ സംസ്ഥാനമെന്ന നിലയിലാണോ? അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, കേന്ദ്ര സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങൾക്ക്, അതായത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഏത് ഭാഷയാണോ ഉപയോഗിക്കേണ്ടത്? ഹിന്ദിയാണോ അതോ ഇംഗ്ലീഷാണോ? കണ്ടില്ലേ, രണ്ടും രണ്ട് വിഷയങ്ങളാണ്. ശരി, അപ്പോൾ നമുക്ക് ഇതിലെ ആദ്യത്തെ പ്രശ്നത്തിലേക്ക്, അതായത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയിലേക്ക് വരാം. മാതൃഭാഷയ്ക്ക് വേണ്ടി ഒരു സംസ്ഥാനം എന്ന ആവശ്യം എങ്ങനെയാണ് ഇത്ര ശക്തമായത്? നമുക്കതിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിനു മുൻപ് 1920-ലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കഥയാകെ മാറി. രാജ്യത്തിന്റെ ഐക്യത്തിനായിരുന്നു അന്ന് പ്രാധാന്യം. അതുകൊണ്ട് 1948-ൽ വന്ന ധർ കമ്മീഷനും പിന്നാലെ നെഹ്റു, പട്ടേൽ, പട്ടാഭി സീതാറാമിയ എന്നിവരുണ്ടായിരുന്ന JVP കമ്മിറ്റിയും തൽക്കാലത്തേക്ക് ഭാഷാ സംസ്ഥാനങ്ങൾ വേണ്ടെന്ന് നിലപാടെടുത്തു. പക്ഷെ ജനങ്ങളുടെ ആവശ്യം അത്ര എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ പറ്റിയില്ല. ശക്തമായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 1953-ൽ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് രൂപീകരിക്കേണ്ടി വന്നു. അതൊരു തുടക്കമായിരുന്നു. ഒടുവിൽ 1956-ൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയതോടെ ഭാഷാ സംസ്ഥാനങ്ങൾ എന്ന ആശയം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ഈയൊരു വലിയ മാറ്റത്തിന് കാരണമായത് എന്താണെന്നറിയുമോ? അത് ആന്ധ്രാ സംസ്ഥാനത്തിനു വേണ്ടിയുള്ള അതിശക്തമായ സമരമായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് ഒരു ഗാന്ധിയൻ നേതാവായിരുന്നു, പോറ്റി ശ്രീരാമലു. അദ്ദേഹം നിരാഹാര സമരം തുടങ്ങി. ഒന്നല്ല, രണ്ടല്ല, നീണ്ട 58 ദിവസം. ഒടുവിൽ ആ സമരത്തിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു. ആ ആത്മത്യാഗം ഒരു തീപ്പൊരി പോലെ പടർന്നു. രാജ്യമെങ്ങും വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഒടുവിൽ കേന്ദ്ര സർക്കാരിന് ആ ജനകീയ ആവശ്യത്തിനു മുന്നിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ പോറ്റി ശ്രീരാമലുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് സർക്കാർ 1953-ൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ, അതായത് SRCയെ നിയമിക്കുന്നത്. ജസ്റ്റിസ് ഫസലലിയായിരുന്നു അതിന്റെ ചെയർമാൻ. അദ്ദേഹത്തോടൊപ്പം KM പണിക്കരും ഹൃദയനാഥ് കുൻസ്രുവും അംഗങ്ങളുമായിരുന്നു. ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1956-ൽ നിയമം വരുന്നത്. ഈ നിയമമാണ് നമ്മളിന്ന് കാണുന്ന കേരളം, മൈസൂർ, അതായത് ഇന്നത്തെ കർണാടക, മദ്രാസ്, ഇന്നത്തെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് വഴിവെച്ചത്. അങ്ങനെ ആദ്യത്തെ പ്രതിസന്ധിക്കൊരു പരിഹാരമായി. അപ്പോ സംസ്ഥാനങ്ങളുടെ കാര്യം ഒരുവിധം തീരുമാനമായി. പക്ഷേ ഓർമ്മയില്ലേ, നമുക്ക് രണ്ട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിലെ രണ്ടാമത്തേത്, ഒരു പക്ഷേ അതിലും സങ്കീർണമായ ചോദ്യം അപ്പോഴും ബാക്കിയായിരുന്നു. എന്തായിരിക്കണം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ? ഇവിടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഔദ്യോഗിക ഭാഷയും ദേശീയ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയ്ക്ക് ഔദ്യോഗിക ഭാഷകളുണ്ട്, അതായത് സർക്കാർ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഷ. പക്ഷേ രാജ്യത്തെ എല്ലാവരും സംസാരിക്കേണ്ട ഒരൊറ്റ ദേശീയ ഭാഷ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി ഇല്ല. ഈ വ്യത്യാസം ഓർത്തുവെക്കണം.
അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയില് ഇതിനെ ചൊല്ലി വലിയ ചർച്ചകൾ നടന്നു. ഒടുവിൽ ഒരു ഒത്തുതീർപ്പിലെത്തി. എന്തായിരുന്നു അത്? ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അടുത്ത 15 വർഷത്തേക്ക്, അതായത് 1965 വരെ ഇംഗ്ലീഷും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം പതിയെ ഇംഗ്ലീഷ് ഒഴിവാക്കി ഹിന്ദി മാത്രമാക്കാം എന്നായിരുന്നു ധാരണ. ഇതൊരു താൽക്കാലിക പരിഹാരമായിരുന്നു. എന്നാൽ ആ 15 വർഷം അവസാനിക്കാറായപ്പോൾ 1965 അടുത്തുവന്നപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തലവെക്കാൻ തുടങ്ങി. ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭയം വളർന്നു വന്നു. അവരുടെ ഭയം എന്തായിരുന്നു? ഹിന്ദി തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമോ? കേന്ദ്ര സർക്കാർ ജോലികളിൽ ഹിന്ദിക്കാർക്ക് മാത്രം മുൻഗണന കിട്ടുമോ? ഇതൊക്കെയായിരുന്നു പേടി. ഈ സമയത്താണ് 1959 പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു ഉറപ്പ് നൽകുന്നത്. ഹിന്ദി സംസാരിക്കാത്ത ആളുകൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇംഗ്ലീഷ് ഒരു സഹ ഔദ്യോഗിക ഭാഷയായി തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ആളുകളെ ഒരുപാട് ആശ്വസിപ്പിച്ചു. പക്ഷേ ആ ആശ്വാസം അധികനാൾ നീണ്ടുനിന്നില്ല. 1963 ഔദ്യോഗിക ഭാഷാ നിയമം വന്നപ്പോൾ അതിലൊരു വാക്ക് വലിയ പ്രശ്നമുണ്ടാക്കി. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് തുടരാമെന്ന് പറയാൻ അവർ ഇംഗ്ലീഷ് മേ കണ്ടിന്യൂ എന്നാണ് എഴുതിയത്. ഇംഗ്ലീഷ് ഷാൽ കണ്ടിന്യൂ എന്നല്ല. നിയമത്തിൽ ഈ മേ, ഷാൽ വാക്കുകൾക്ക് വലിയ അർത്ഥവ്യത്യാസമുണ്ട്. മേ എന്നു പറഞ്ഞാൽ വേണമെങ്കിൽ തുടരാം, നിർബന്ധമില്ല എന്നൊരർത്ഥം വന്നു. നെഹ്റുവിന്റെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്ന് തോന്നലുണ്ടായി. അതോടെ പ്രക്ഷോഭം വീണ്ടും ആളിക്കത്തി. 1965 ജാനുവരി 26, അതായത് ഭരണഘടന പ്രകാരം ഹിന്ദി മാത്രം ഔദ്യോഗിക ഭാഷയാകേണ്ട ദിവസം അടുത്തുവന്നപ്പോൾ തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രക്ഷോഭം തുടങ്ങി. അവരുടെ മുദ്രാവാക്യം ഇതായിരുന്നു: ഹിന്ദി ഒരിക്കലുമില്ല, ഇംഗ്ലീഷ് എപ്പോഴും. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി, കാര്യങ്ങൾ കൈവിട്ടുപോയി. ചിലർ ആത്മഹത്യ വരെ ചെയ്തു. ഈയൊരു സാഹചര്യത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പിന്നീട് വന്ന ഇന്ദിരാഗാന്ധിയും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. സംഘർഷത്തിൽ നിന്നും പുതിയൊരു ആശയം പിറന്നു. അതാണ് ത്രിഭാഷാ പദ്ധതി അഥവാ 3 ലാംഗ്വേജ് ഫോർമുല. എന്താണിത്? വളരെ ലളിതമാണ്. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുട്ടികൾ ഹിന്ദിയും ഇംഗ്ലീഷും അതോടൊപ്പം മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയും പഠിക്കണം. ഇനി ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിലോ? അവർ അവരുടെ പ്രാദേശിക ഭാഷ, ഉദാഹരണത്തിന് നമ്മൾ മലയാളം, അതോടൊപ്പം ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കണം. കണ്ടില്ലേ, ഇതൊരു ബാലൻസിംഗ് ആയിരുന്നു. പ്രാദേശിക ഭാഷയ്ക്ക് പ്രാധാന്യം, ദേശീയ തലത്തിൽ ആശയവിനിമയത്തിന് ഹിന്ദി, ആഗോളതലത്തിൽ ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടുപോകാനുള്ളൊരു വഴി. അങ്ങനെ ഭാഷയുടെ പേരിൽ രാജ്യം വിഭജിച്ചു പോകുമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഒരൊറ്റ ഭാഷ എല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിക്കാതെ ഇന്ത്യ അതിന്റെ ഭാഷാപരമായ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യപരമായ സമീപനമാണ് സ്വീകരിച്ചത്. അതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. ഓക്കേ, അപ്പോൾ നമ്മൾ ഈ കഥ മുഴുവൻ കേട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉത്തരങ്ങളുടെ ഒരു അടിത്തറയായി കാണുക. ഈ അധ്യായത്തെക്കുറിച്ച് പരീക്ഷയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ എഴുതാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ്സുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ നോട്ടുകൾ ഒന്നുകൂടി വിശദമായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സംഭവവും വ്യക്തമായി ഓർത്തെടുക്കാനും നല്ല ഉത്തരങ്ങൾ എഴുതാനും കഴിയും. തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കും. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ Like, share and subscribe to Sri Narayana Guru Open University Tutor for more learning.